ഇന്ന് അത് സ്വീകരിക്കുന്ന, അത് ഒരാൾക്കോ 100 പേർക്കോ 1000 പേർക്കോ കൊടുക്കുന്നവരുണ്ടാകാം, ഷെയർ ചെയ്യുന്നവരുണ്ടാകാം. ദൈവം നിങ്ങളുടെ കൂടെ നടക്കും. എന്നിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കും, അതിനെ ഉറപ്പിക്കും. ആ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്, അത് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേക അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷ ദൈവം ഒരുക്കിയതിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ ആത്മശോധന ചെയ്യുമ്പോൾ തോന്നും, ദൈവമേ, അടുക്കളയിലെ കറയും കരിയും പറ്റിയ ചുളുക്കമുള്ള ദുർഗന്ധമുള്ള കൈക്കലത്തുണിയാണല്ലോ കർത്താവേ. കൈക്കലത്തുണി ആർക്കും വേണ്ട, പക്ഷേ ചില സമയത്ത് അതും പ്രയോജനപ്പെടും. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞങ്ങൾ പാപിയാണ്, ഞാൻ കൈക്കലത്തുണിയാണ്, മുഴുവൻ കരിയാണ്, മുഴുവൻ കറയാണ്. നമ്മുടെ ജീവിതത്തെ ഒരു എക്സ്റേ എടുത്താൽ, ഒരു MRI എടുത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഇത്രേ പറയാം, വലിയ പുള്ളിയാന്ന് പറയാനൊന്നുമില്ല, വിശുദ്ധനാന്ന് പറയാനൊന്നുമില്ല, പുണ്യവാളനാണെന്ന് പറയാൻ നമ്മളിൽ ഒന്നുമില്ല. നമ്മൾ വെറും കറയും കരിയും പറ്റിയ ഒരു പാവിയായ മനുഷ്യരാണ് നമ്മൾ. പക്ഷെ നമ്മളെയും ദൈവം കൊണ്ടു നടക്കുന്നത് ഉള്ളം കയ്യിലാണ്. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. വലിയ പ്രാർത്ഥനയൊന്നും നമുക്കില്ല, പ്രാർത്ഥനയുടെ കുറവുണ്ട്, വിശ്വാസത്തിൽ കുറവുണ്ട്. പലപ്പോഴും സങ്കടപ്പെട്ടു പോകും, പ്രാർത്ഥിക്കാതെ മാറിയിരിക്കും, വചനം കേൾക്കാതെ മാറിയിരിക്കും. പക്ഷേ എന്നാലും നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം കൂടെ നടന്ന് സംരക്ഷിക്കുന്നുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു ദൈവ പൈതലാണ് കുഞ്ഞെ. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവം അവരോട് കൂടെ. തീയിലൂടെ നടക്കുവാണേലും പേടിക്കണം, അത് പൊള്ളിക്കൂല. വെള്ളത്തിലൂടെ നടന്നാലും ഒരിക്കലും നിന്നെ അത് മുക്കിക്കളയില്ല. അത് നീ ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം നിനക്ക് തരട്ടെ. നല്ലത് വരൂ, നന്മ വരും, നീ അനുഗ്രഹിക്കപ്പെടും. നിനക്കൊരു നന്മയുണ്ട്, നീ രക്ഷപ്പെടും. ഇന്നിച്ചിരി പരാജയമായാലും നീ രക്ഷപ്പെടും, നീ ഉയർത്തെഴുന്നേൽക്കും. നല്ല ജീവിതം നിനക്ക് കിട്ടും, നല്ലൊരു ഭാവി നിനക്ക് കിട്ടും. പോയത് പോട്ടെ, പഴയതിനെ ഓർത്ത് ദുഃഖിച്ച് നാളെ ഇരുട്ടാക്കണ്ട. പോയത് പോട്ടെ, പിടിച്ചു കയറാൻ പറ്റും. നിനക്ക് പിടിച്ചു കയറാനൊരു പിടിവള്ളി കിട്ടിയാൽ പോരെ, അത് ദൈവം നിനക്ക് തന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച്